നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. മാർച്ച് മാസത്തെ പെൻഷൻ എല്ലാ ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട്. അതിൽ കൈകളിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ പെൻഷൻ ലഭിക്കും. അക്കൗണ്ടിൽ പണം എത്തുന്ന മുഴുവൻ ആളുകൾക്കും പണം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്നാൽ ഏപ്രിൽ മാസത്തിൽ പെൻഷൻ എത്രയാണ് ലഭിക്കുമെന്ന് നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നങ്ങനെ പല ആളുകളും പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, ചാനൽ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ആ അറിയിപ്പോൾ നിങ്ങൾ അറിയുന്നതാണ്. മാർച്ച് മാസത്തിൽ പെൻഷൻ ലഭിച്ച മുഴുവൻ ആളുകൾക്കും ഏപ്രിൽ 2 മാസത്തെ പെൻഷൻ ലഭിക്കും. വിഷുവിന് മുമ്പായി തന്നെ 2 മാസത്തെ പെൻഷൻ കൊടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. കഴിഞ്ഞ വർഷം 1 മാസത്തെ ഗഡുവും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ 1 മാസത്തെ ഗഡുവും കൂടി 2 മാസത്തെ പെൻഷനായിരിക്കും ലഭിക്കുക. കഴിഞ്ഞ വർഷം നമുക്ക് 3 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. 3 മാസത്തെ ഗഡുവാണ് ബാക്കിയുള്ളത്. അന്ന് സർക്കാർ പറഞ്ഞിരുന്നു വിഷുവിനോട് കൂടി തന്നെ 1 മാസത്തെ പെൻഷനും ആ മാസത്തെ പെൻഷനും കൂടി 2 മാസത്തെ പെൻഷൻ ലഭിക്കുമെന്നുള്ളത്. അതിനുള്ള പ്രാരംഭ നടപടികൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. എന്നാൽ മാർച്ച് മാസത്തിൽ പെൻഷൻ ലഭിക്കാത്ത കുറച്ച് ആളുകളുണ്ട്. അവർക്ക് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ ലഭിക്കുകയില്ല. അവർ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റായി മനസ്സിലാക്കുക. പലർക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷ കൊടുത്ത് അപ്രൂവലായ ഒരുപാട് ആളുകളുണ്ട്. അവരും നിർബന്ധമായിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് പല ആളുകൾക്കും പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ആളുകൾക്കെങ്കിലും വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ്. വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും പുനർവിവാഹ ആയിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും നൽകേണ്ടതാണ്. അങ്ങനെയുള്ള ആളുകൾ 60 വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സമർപ്പിക്കുക. അതിൽ തന്നെ പല ആളുകളും അവർക്ക് ചിലപ്പോൾ അവർ 60-61 വയസ്സോ ആയിട്ടുണ്ടാകും. അപ്പോൾ അവർ ആ സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുന്നത് കൊണ്ടാകാം. പക്ഷേ അവരുടെ രേഖകളിൽ, അവരുടെ ആധാർ കാർഡുകളിൽ അവർക്ക് 60 വയസ്സായിട്ടുണ്ടാകില്ല. നമ്മൾ പെൻഷൻ പോർട്ടലിൽ കൊടുത്ത രേഖ ആധാർ കാർഡിലെ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റോ SLC ബുക്കോ ആയിരിക്കും. അതിൽ 60 വയസ്സായിട്ടുണ്ട് നമ്മൾ ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമാണ് ആ സർട്ടിഫിക്കറ്റിൽ ഒരു ഇളവുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പല ആളുകളെയും പെൻഷൻ മുടങ്ങിയത്. സർക്കാർ നടത്തിയൊരു ഓഡിറ്റിൽ അവരുടെ വീട്ടിൽ AC അല്ലെങ്കിൽ കാറ്, 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, അങ്ങനെ പല കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത്. അപ്പോൾ എന്തെല്ലാം കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങുന്നത് കറക്റ്റായി മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ പെൻഷൻ തുടർന്നും അവർക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.